നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഈ പ്രപഞ്ചത്തിലെ എവിടെ നോക്കിയാലും പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക കയ്യൊപ്പ് കാണാനായിട്ട് സാധിക്കും. അത് പ്രശസ്ത ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ലിയോണാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിന്റെ പല സൃഷ്ടികളിലും ഈ ഒരു കയ്യൊപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോണോലിസ എന്ന് പറയുന്ന ചിത്രത്തിലും ഈ ഒരു കയ്യൊപ്പ് കാണാനായിട്ട് സാധിക്കും. പുരാതന ഈജിപ്തിലെ പല കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുള്ളതിലെ ഈ പറയുന്ന ഒരു സിഗ്നേച്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇല്ലാതെ എന്താണ് ആ സിഗ്നേച്ചർ എന്ന് പറയാം. അതിന് പറയുന്ന പേരാണ് ഫ്ലവർ ഓഫ് ലൈഫ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോണത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഓഫ് ലൈഫ് ഇത് ഈ പ്രപഞ്ചത്തിലെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതായത് ഒരു പൂവ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ ഫ്രാക്ടൽ പാറ്റേൺസ്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള അനന്തമായിട്ടുള്ള പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതിലും ഈ പറയുന്ന ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള അനന്തമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ ഒരു പാറ്റേണിന്റെ പ്രസക്തി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഒരു ജാപ്പനീസ് റിസർച്ചർ ആയിട്ടുള്ള ഡോക്ടർ മസാരു ഇമോട്ടോ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം വെള്ളത്തിൽ എക്സ്പെരിമെന്റ്സ് നടത്തി. ആ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആ വാട്ടറിൽ അദ്ദേഹം പല പല ഇമോഷൻസ് കടത്തിവിട്ടു. ആ വാട്ടറിന്റെ സ്ട്രക്ചർ, അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള മോളിക്കുലാർ സ്ട്രക്ചർ ഈ ഓരോ ഇമോഷൻ അനുസരിച്ചും മാറി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇമോഷൻ എപ്പോഴാണോ വളരെ സന്തോഷമുള്ള ഒരു ഇമോഷൻ ആയിരുന്നത്, ആ ഒരു സ്റ്റേറ്റിൽ ഈ വാട്ടറിന്റെ ഈ പറയുന്ന മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറായി രൂപപ്പെട്ടു. ആ ഒരു സ്ട്രക്ചർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന ഫ്ലവർ ഓഫ് ലൈഫിന്റെ ആ ഒരു ചിത്രവുമായിട്ട് വളരെയധികം ബന്ധമുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എപ്പോൾ വളരെയധികം സന്തോഷമുള്ള, വളരെയധികം സമാധാനമുള്ള ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു, അപ്പോൾ നാം ഈ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഫ്ലവർ ഓഫ് ലൈഫുമായി വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം കോൺഗ്രുവൻ്റ് ആയി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത് പറയാൻ പോകുന്നത് രസകരമായ മറ്റൊരു വസ്തുതയാണ്. ഈ പറയുന്ന ഫ്ലവർ ഓഫ് ലൈഫ് പോലെ ഉള്ള വേറൊരു കാര്യമാണ് ട്രീ ഓഫ് ലൈഫ്. മനുഷ്യന്റെ ഈ ഒരു ശരീരം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ശരീരത്തിന്റെ 7 എനർജി സെന്റേഴ്സ്, ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രീ ഓഫ് ലൈഫുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഫ്ലവർ ഓഫ് ലൈഫിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന ട്രീ ഓഫ് ലൈഫ് എടുത്തു വെക്കുകയാണെങ്കിൽ കറക്റ്റ് അതിലേക്ക് പാകമാവുന്ന രീതിയിൽ അത് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു ഡോറിന്റെ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കീ എന്ന രീതിയിൽ ഈ പറയുന്ന ഫ്ലവർ ഓഫ് ലൈഫിൽ വളരെയധികം കോൺഗ്രുവൻ്റ് ആയിട്ട് ഈ പറയുന്ന ട്രീ ഓഫ് ലൈഫ് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യവും എന്താണ് നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്, നമ്മുടെ ഈ ഒരു ബോഡിയിലുള്ള എനർജി സെന്റേഴ്സും അലൈൻഡ് ആയി നിൽക്കുകയാണെങ്കിൽ അത് ഈ ട്രീ ഓഫ് ലൈഫ് പെർഫെക്റ്റ് സ്റ്റേറ്റിൽ നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഫ്ലവർ ഓഫ് ലൈഫിൽ വളരെയധികം കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ അതിൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന ഫ്ലവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പല ആളുകൾക്കും വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവണേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് കടന്നു വന്നേക്കാം. എവിടെയൊക്കെ ഇംപെർഫെക്ഷൻ ഉണ്ടോ അതിനൊക്കെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ ഒരു ആക്ടിവിറ്റി. അതായത് ബ്രിങ് എവറിത്തിങ് ഇൻ ടു ഈക്വിലിബ്രിയം. അപ്പോ ചില വ്യക്തികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവർ ഓഫ് ലൈഫ് ഈ പെർഫെക്റ്റ് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് അവർക്ക് ഈ പറയുന്ന ദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് അവരവരുടെ ലൈഫ് സ്റ്റൈൽസ് മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, അവരുടെ ഇമോഷൻസ് ഇതൊക്കെ മാറ്റാൻ തുടങ്ങുമ്പോൾ അവരുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലവർ ഓഫ് ലൈഫ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധന അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമാണ്. എന്താണ് ഈ മെഡിറ്റേഷന്റെ പ്രസക്തി? ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നമ്മൾ ഡെയിലി കുളിക്കാറുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ പോകാനായിട്ട് സ്ഥിരമായിട്ട് കുളിക്കാറുണ്ട്. അപ്പോൾ ശരീരം ക്ലീൻ ആവുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ ഇമോഷൻസിലും ഒക്കെ കിടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ക്ലട്ടേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ധ്യാനമാണ്. ഈ പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് റിഫൈൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഒബ്സർവർ എന്ന രീതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ചിന്തകളിൽ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ, അതിനനുസരിച്ച് ആ ചിന്തകളെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമ്പോൾ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്
ഏറ്റവും ശാന്തതയുള്ള അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്താനായിട്ട് അത് നമ്മെ സഹായിക്കും. പിന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് നല്ല ഇഷ്ടമുള്ള നല്ല ഡ്രസ്സ് നമ്മൾ അണിയും അല്ലേ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിന് നമുക്ക് വളരെയധികം ക്ലീൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനും അത് നമ്മെ സഹായിക്കും. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ഒന്നിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഈ പറയുന്ന ഹാർട്ട് ആൻഡ് മൈൻഡ് കൊഹിറൻസ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്നാവണം. അതായത് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ സമയത്തും പലതരത്തിലുള്ള ഇൻഡ്യൂഷൻസ് നമുക്ക് തരുന്ന അവയവം കൂടിയാണ്. നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഏറ്റവും നല്ല ഇൻറ്റൻഷനോടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹാർട്ടിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം ഹാർട്ടിനോടൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ ഫീലിംഗ് അതിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് തരണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഈ ഹാർട്ടുമായി കൊഹിറൻ്റ് ആവുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതെങ്ങനെ സാധിക്കുക, അതിന് നമ്മെ സഹായിക്കുന്ന പല മെത്തേഡുകളുണ്ട്. വിഷ്വലൈസേഷൻസ് മെത്തേഡുകൾ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്സ്. ഈ പറയുന്ന എല്ലാ ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ ഹൃദയവും നമ്മുടെ മൈൻഡും ചേർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു കൊഹിറൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തൊരു കാര്യവും അനുഭവത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ വരണമെങ്കിൽ നാം അതിന് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, നമ്മൾ ബീയിങ് ആയിരിക്കുന്ന അവസ്ഥയെ മാറ്റേണ്ടതായിട്ട് വരും. അതായത് അതിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ബീയിങ്, ഡൂയിങ് ആൻഡ് ഹാവിങ്. അതായത് ചില വ്യക്തികൾ അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറേ അധികം പണം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഡൂയിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ, അതായത് ഹാർഡ് വർക്ക് ചെയ്യണം, കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാശ് ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഹാവിങ്, കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് സമ്പന്നനാവാൻ സാധിക്കും. അപ്പോൾ മൈൻഡ് സെറ്റ് നമുക്ക് ഈ പറയുന്ന ഡൂയിങ് അല്ലെങ്കിൽ ഹാവിങ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ബീയിങ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ ചേഞ്ചസും വളരെയധികം പ്രകടമാവുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് വളരെയധികം സമ്പന്നത എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറേയധികം വർക്ക് ചെയ്യണു, കുറേയധികം ഹാർഡ് വർക്ക് ചെയ്യണു എന്നുള്ളതിനേക്കാളും ഒരു സമ്പന്നൻ്റെ മൈൻഡ് സെറ്റ്, അയാളുടെ ബീയിങ്, അയാളുടെ കോർ ആയിട്ടുള്ള ഒരു അവസ്ഥ, അയാൾക്ക് എപ്പോഴും എല്ലാത്തിലും കുറേയധികം അബണ്ടൻസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അയാളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല മഹാന്മാരുടെ കഥകൾ വായിക്കും, അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ഒരു ബീയിങ് ലെവലിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സമ്പന്നത എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് നമ്മെ സഹായിക്കുന്ന പല പല മെത്തേഡ്സ് വേറെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ബ്രെയിൻ വേവ് സ്റ്റേറ്റ് വളരെയധികം ശാന്തമായിരിക്കുന്ന ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന തീറ്റ ബ്രെയിൻ വേവ്സ്, അല്ലെങ്കിൽ ഡെൽറ്റ ബ്രെയിൻ വേവ് സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇവയ്ക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വളരെ ഉപകാരമില്ലാത്ത പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓവർ റൈറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള 7.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ, ഐ ആം റിച്ച് അഫർമേഷൻസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരമായി കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബീയിങ് ലെവലിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ബീയിങ് ലെവലിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുമ്പോൾ അത് നമ്മുടെ ആക്ഷൻസിൽ അത് റിഫ്ലക്ട് ചെയ്യും. ആ ആക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ആ ഒരു വേൾഡിൽ അത് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഒരു ബീയിങ് സ്റ്റേറ്റിൽ നമുക്ക് ആവശ്യം വേണ്ട ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന ഒരു ഫ്ലവർ ഓഫ് ലൈഫുമായി കോൺഗ്രുവൻ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഒരു ഉപനിഷത്തിൽ പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്, അതിങ്ങനെയാണ്: ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമതുച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതായത് എല്ലാ സൃഷ്ടിയുടെയും ആ ഒരു ഉറവിടം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്, അനന്താണ്. അതിൽ നിന്നുണ്ടാവുന്ന ബാക്കി എല്ലാ സൃഷ്ടികളും അല്ലെങ്കിൽ നമ്മളെല്ലാവരും പൂർണ്ണമാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് ഈ ഇൻഫിനിറ്റിൽ നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നതും ഇൻഫിനിറ്റ് ആണ്. അതുപോലെ തന്നെ ആ ഇൻഫിനിറ്റിൽ നിന്ന് എന്തെങ്കിലും കുറച്ചാലും ബാക്കി അവശേഷിക്കുന്നതും ഇൻഫിനിറ്റ് അല്ലെങ്കിൽ അനന്തം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും പൂർണ്ണരാണ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ കുറവ് ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.